വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS +2 ഇംഗ്ലീഷിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള അധ്യായത്തെക്കുറിച്ചാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളതാണ്. ജീവിതത്തെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിച്ച രണ്ട് വ്യക്തികളുടെ ജീവിത കഥയാണ് തിമ്മാക്കാസ് സ്റ്റോറി. കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ദമ്പതികളാണ് തിമ്മക്കയും അവരുടെ ഭർത്താവ് ബിക്കാലു ചിക്കായമ്മയും. മക്കളില്ലാതിരുന്ന അവർ മറ്റുള്ളവരിൽ നിന്നും അയൽക്കാരുടെ ഇടയിൽ നിന്നും ഒരുപാട് പഴികൾ കേട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ ജീവിതം വെറുതെ ജീവിച്ചു തീർക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ഭർത്താവ് ബിക്കാലു ചിക്കാമ അംഗവൈകല്യം ബാധിച്ചിരുന്ന ആളായിരുന്നതിനാൽ തിക്കാമയ്ക്ക് ജോലി ചെയ്യേണ്ടതായി വന്നിരുന്നു. ജീവിതം മുന്നോട്ട് നീക്കുവാൻ മക്കളില്ലാതിരുന്ന അവർ 1950 മക്കളെ ദത്തെടുക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അവരുടെ മക്കൾ മനുഷ്യരല്ലായിരുന്നു. 284 ആൽമരങ്ങളായിരുന്നു ആ ആൽമരങ്ങൾ. കർണാടക ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി 3 കിലോമീറ്റർ ചുറ്റളവിൽ അവർ നട്ടു. അതിനെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുകയും അതിനാവശ്യമായ വെള്ളം നൽകുകയും ചെയ്തിരുന്നു. അവരുടെ ഈ ചെയ്തികൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. അവരുടെ ഈ പരിപാലനങ്ങളും കഷ്ടപ്പാടുകളും വൃക്ഷങ്ങൾ വളർന്ന് വലുതാകുന്നതിനും 3 കിലോമീറ്റർ ചുറ്റളവിൽ പച്ചപ്പ് നിറയുന്നതിനും കാരണമായിത്തീരുന്നു. അതിനാൽ 284 വൃക്ഷങ്ങൾ പക്ഷികൾക്കും കുടുംബങ്ങൾക്കും അതുപോലെ മറ്റുള്ള മനുഷ്യർക്കുമെല്ലാം തണൽ നൽകി. മണ്ണൊലിപ്പ് തടഞ്ഞ് ഭൂമിക്ക് ആവരണമായി തിക്കമ്മയുടെ ഈ അധ്വാനത്തിനും കരുതലിനും രാജ്യം നാഷണൽ സിറ്റിസൺ അവാർഡ് ഫോർ സോഷ്യൽ ഫോറസ്ട്രി അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൂന്നാമത്തെ അധ്യായത്തിലൂടെ പറയാനായിട്ടുള്ളത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ പല കഥകളും പല കവിതകളും കേട്ട് പരിചയിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ തിമ്മാക്ക ഡു ടു എൻഷുർ ദ സേഫ്റ്റി ടു ദ പ്ലാന്റ്സ്? അല്ലേ, ചെടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ തിമ്മാക്ക എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, തിമ്മാക്ക എൻഷുർഡ് ദ സേഫ്റ്റി ഓഫ് ദ പ്ലാന്റ് ബൈ പുട്ടിംഗ് തൊറി പുഷസ്, അല്ലെ, അതായത് മുള്ളുകളുള്ള കുറ്റിക്കാടുകൾ ഇട്ടാണ് തിമ്മാക്ക ചെടിയുടെ സുരക്ഷ ഉറപ്പാക്കിയിരുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ തിമ്മാക്ക ആൻഡ് ഹർ ഹസ്ബൻഡ് ഡിസൈഡ് ടു പ്ലാൻ ബനിയൻ ട്രീസ് അലോങ് ദ ഹൈവേ? അല്ലെ, ഹൈവേയിൽ ആൽമരം നട്ടുപിടിപ്പിക്കുവാൻ തിമ്മക്കയും ഭർത്താവും തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, അവർ കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടാണ് മരങ്ങളെ മക്കളായി ദത്തെടുക്കുവാൻ തീരുമാനിച്ചത്. ഓക്കെ, അത്രയുമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നമ്മളുടെ നാഷണൽ അക്കാദമിയിൽ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ,